നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പേരും കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ സിസ്റ്റർ ജീവിതാനുഭവങ്ങളിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് എത്രമാത്രം ഇത് നമ്മളിൽ സ്വാധീനം പേരൻറ്റിങ് സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ചില അനുഭവങ്ങൾ നിങ്ങളിൽ ചിലർക്ക് അത് സഹായകരമാകുമെന്ന് കരുതിക്കൊണ്ടും കൂടുതലായിട്ട് ഒരു പേരൻറ്റിങ് പ്രിൻസിപ്പിൾസിനെക്കാട്ടിലോ കൗൺസിലിംഗ് പെർസ്പെക്റ്റീവിലൂടെ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന് ഒരു ഫാദറാണ്. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്തവർ ട്വിൻസാണ്, 2.5 years കഴിഞ്ഞു. ഇളയാൾ 1.25 വയസ്സ്, 3 girls. അവരെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ഭവനത്തിൽ പേരൻസിൽ നിന്നും കണ്ട 3 കാര്യങ്ങൾ, അതാണ് നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. ആ 3 കാര്യങ്ങളും want to launch that from Ephesians chapter 5 verse 15 onwards. എഴുതിയെടുക്കുന്നവർ ചിലരൊക്കെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ 3 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ അവരിൽ നിന്ന് കണ്ട പേരൻറ്റിങ്ങിൻ്റെ 3 പാഠങ്ങൾ, ഇത് വായിക്കുന്നതിന് മുമ്പ് ഈ അഗെയിൻ 1 തിമോത്തിയോസ് 3-ലും തീത്തോസ് 1-ലും പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളെ നേരാവണ്ണം റേസ് ചെയ്യാനൊക്കാത്തവർ അങ്ങനെയുള്ള മിനിസ്ട്രിയിൽ കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പാസ്റ്ററൽ എപ്പിസോഡ്സിൽ ശക്തമായി പറയുമ്പോൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി, ഈ സബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആസ് സെർവൻസ് ഓഫ് ഗോഡ്, ആസ് പീപ്പിൾ ഹു ആർ ചോസൺ, നമ്മൾ രാവിലെ ശ്രദ്ധിച്ചതുപോലെ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഈ പേരൻറ്റിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായി നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇൻറ്റൻഷനലായിട്ട് ചെയ്യേണ്ട ഒരു എലമെൻ്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഫീഷ്യൻസ് ചാപ്റ്റർ 5 verse 15 onwards അവിടെ 3 കോൺട്രാസ്റ്റുകൾ പറയുന്നുണ്ട്. 5:15 നോട്ട് ആസ് അൺവൈസ്, നമ്മളാരും ഭോഷന്മാരായി അജ്ഞാനികളായി പോകരുത്, ബട്ട് ആസ് വൈസ് എന്ന് 15-ാം വാക്യത്തിലും 17-ാം വാക്യത്തിൽ നോട്ട് ഫൂളിഷ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ലോർഡ്സ് വിൽ ഇസ്, 18-ൽ നോട്ട് ഡ്രങ്ക് ബട്ട് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അപ്പം പൗലോസിൻ്റെ മനസ്സിൽ 3 കോൺട്രാസ്റ്റുകൾ പറയുകയാണ്. അൺവൈസ് ആകരുത്, വൈസ് ആകണം. നോട്ട് ഫൂളിഷ് ബട്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വിൽ. നോട്ട് ഡ്രങ്ക് ഓർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ ഫോഴ്സസ് ബട്ട് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഈ 3 കാര്യങ്ങളിലും എങ്ങനെ എനിക്കൊരു വൈസ് പേരൻ്റ് ആകാം, എങ്ങനെ ദൈവഹിതപ്രകാരമുള്ള ഒരു പേരൻ്റ് ആകാം, എങ്ങനെ ഗോഡിനാൽ ഡ്രിവണായ ഒരു പേരൻ്റ് ആകാം, അതിനൊരു പദം ഞാൻ ഉപയോഗിച്ചാൽ ആ വേഴ്സ് 16-ൽ ഒരു സൈനുണ്ട്. ഈ 3 കാര്യങ്ങളും വൈസാകുന്നതിനും സ്പിരിറ്റ് ഫിൽഡ് ആകുന്നതിനും ദൈവഹിതം അറിയുന്നതിനും ഒരു വാക്ക് 16-ാം വാക്യത്തിൽ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. വാസ്തവത്തിൽ ആ വാക്ക് തക്കത്തിൽ എന്നുള്ള മലയാള പരിഭാഷയുടെ യഥാർത്ഥ അർത്ഥം ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൾ, റെഡീം ടൈം എന്നാണ് പറയുന്നത്. റെഡീം ടൈം, ബൈ ടൈം, സമയം വാങ്ങിക്കണം. ഇത് പേരൻറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ആപ്ലിക്കബിളാണ്? എൻ്റെ പേരൻസ് എനിക്ക് തോന്നുന്നു ഞാൻ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് പപ്പ കുവൈറ്റിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാട്ടിൽ അയിരൂരിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 93-94 കാലഘട്ടത്തിൽ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ച് പയനിയറിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു. പുതുതായിട്ടൊരു വീട്ടിൽ അയിരൂരിൽ നിന്ന് 3 ബസ് മാറി ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഈ എല്ലാ കാര്യങ്ങളിലും മിനിസ്ട്രിയിലാണെങ്കിലും ആ മിനിസ്ട്രിയിൽ ഞാനും എൻ്റെ സിസ്റ്ററും വളരെ ഭാഗമായിരുന്നു. ഞങ്ങളെ അവരതിനകത്ത് എല്ലാറ്റിലും ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഈ വഴിയിലെ കോൺവെർസേഷൻസ് ആയിരിക്കാം, വീട്ടിലെ ആയിരിക്കാം, ദേ വെയർ ബൈയിങ് ടൈം ഫോർ അസ്. മുമ്പേ
ഇവിടെ കേട്ടതുപോലെ there is no greater gift that we can give our children other than time. When we give time, we give ourselves. ആരിൽ നിന്നാണ് ഈ സമയം വാങ്ങിക്കേണ്ടത്? കമ്പനി 1 മണിക്കൂർ വർക്ക് ചെയ്താൽ $80 പറയുന്നു. നോ, I don't want that 80 or 100. I want my baby, child. Redeeming time from the world. പൈസ വേണ്ട, എനിക്ക് കുഞ്ഞുങ്ങളെ വേണം. 2 ദിവസം മുമ്പ് ഞാൻ ഈ രാജ്യത്തിൽ വന്ന് ഇറങ്ങിയ ദിവസം, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു യങ് ഫാമിലി, ഞാൻ I'll keep their name anonymous, എവിടായിരുന്നു ജീവിച്ചതെന്നുള്ളത് അനോണിമസ്, എല്ലാം അനോണിമസ്, പക്ഷെ പറയാൻ അർത്ഥമാക്കിയത് ഇതാണ്. They took the mission of parenting so serious. ഈ രാജ്യത്തിൽ ദീർഘവർഷങ്ങളായിട്ടുള്ളവരാണ്, 3 കുഞ്ഞുങ്ങളുള്ളവരാണ്. They moved from one state to another state only for one reason. വൈഫിന് ജോലി ചെയ്യാതെ 3 കുഞ്ഞുങ്ങളെയും ഹോം സ്കൂളിങ്ങിൽ ശ്രദ്ധിക്കാൻ വേണ്ടി. അവർ ജീവിച്ച സ്റ്റേറ്റിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, 2 പേരും വർക്ക് ചെയ്താലേ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി അത് അവസാനിപ്പിച്ച് വേറൊരു സ്റ്റേറ്റിൽ പോയി. എന്നോട് വളരെ സന്തോഷത്തോട് പറയാം, നൗ മൈ സാലറി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്, മൈ വൈഫ് ഈസ് സ്പെൻഡിങ് ടൈം വിത്ത് 3 babies. ഞാൻ ഓർത്തു, oh, those children are really privileged to have parents who are redeeming time, buying time deliberately. നമുക്ക് പിള്ളേർക്ക് ഏറ്റവും കൊടുക്കാൻ ഒക്കുന്നത് ഡോളേഴ്സോ മറ്റ് അസറ്റ്സോ ഒന്നുമല്ല, ഗിവിങ് അവർ സെൽവ്സ്. സോ ഞാൻ എൻ്റെ വീട്ടിൽ ആ ഒരു കാര്യം, എൻ്റെ പപ്പായും മമ്മിയും ഒരുപാട് സമയം, അത് കഴിഞ്ഞിട്ട് പൈനിയറിംഗ് മിനിസ്ട്രിയിൽ ശുശ്രൂഷയിലുള്ളവരിവിടെ അനേകരുണ്ടല്ലോ. ദ സ്ട്രഗിൾസ്, ദ ടൈം. മല്ലപ്പള്ളിയിൽ ഞങ്ങൾ പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, അവിടെയും പൈനിയറിംഗ് ആണ്. ബട്ട് ഇൻ ഓൾ ഓഫ് ദിസ്, ഫോർ ദം മിനിസ്ട്രി ആൻഡ് ഫാമിലി, ഇറ്റ് വാസ് നോട്ട് 2 different things. We were part of it. സ്കൂളിൻ്റെ വാതിക്ക് 3:30 കാണും. They will pick us up. എവിടെയെല്ലാം ഡ്രസ്സ് മാറ്റണമെങ്കിൽ മാറ്റാൻ, കം വിത്ത് അസ് ഫോർ ദ മിനിസ്ട്രി. ഞങ്ങളിലേക്ക് അതെങ്ങനോ കൊച്ചിലെ മുതലേ ടൈം, ഞങ്ങൾ മിനിസ്ട്രിയിലാണ്, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ യു എന്ന് പറയാതെ അവരെപ്പോഴും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത ഒരു സാഹചര്യം. ഇവിടെ എനിക്കൊന്ന് എടുത്തു പറയാനുള്ളതും ലൂക്ക് 2:39 41 ജോസഫ് ആൻഡ് മേരിയെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ്. Joseph and Mary, the parents of Jesus. 2:39 when Joseph and Mary had done everything required by the law of the Lord. ആ വാക്ക്, they have done everything required by the law. എന്നിട്ട് verse 41 every year Jesus' parents went to Jerusalem for the festival of the Passover. ഞാൻ ഈ 2 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്നത്തെ കൾച്ചറിൽ ഈ പാസ്ഓവർ ഫെസ്റ്റിവലിന് പോകുന്നത് നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ നിന്നും 80 മൈൽസ് ആണ് ഇവർ യാത്ര ചെയ്യേണ്ടത്. ആ 80 മൈൽസ് എന്ന് പറഞ്ഞാൽ 3 days എടുക്കും, 3 ദിവസം നടന്നു പോകണം. സാധാരണ പോപ്പുലേഷനിൽ നിന്നും ജെറുസലേം എന്നുള്ളത് 200,000 പിൽഗ്രിംസ് വരുന്ന, ഒരുപാട് 6 times നോർമൽ പോപ്പുലേഷനെക്കാട്ടി ആൾ കൂടുതലാണ് പാസ് ഓവർ ടൈമിൽ. പക്ഷെ ജോസഫ് ആൻഡ് മേരിയിൽ നമ്മൾ കാണുന്നത് ലോ പ്രകാരം, നിയമപ്രകാരം ഓൺലി മെൻ നീഡ് ടു ഗോ, പുരുഷന്മാർ മാത്രം പോയാൽ മതി. പക്ഷേ ജോസഫ് വാസ് വെരി പർട്ടിക്കുലർ. എല്ലാ വർഷവും ഹീ വുഡ് ടേക്ക് മേരി ആൻഡ് ചിൽഡ്രൻ embarking on this adventurous and risky journey because he was buying time for family. എന്നിട്ട് നിയമപ്രകാരം they could return after 2 days. നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ 2 ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാം. പക്ഷേ verse 43 after the festival was over Joseph and Mary returned. ഈ കാര്യങ്ങൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. Joseph and Mary, they were very serious about parenting. ജോസഫ് പറഞ്ഞില്ല ലെറ്റ് മീ ഗോ ആൻഡ് കം അലോൺ. ഇല്ല, ഇൻ ദാറ്റ് പ്രോസസ് ഹി വാസ് ബൈയിങ് ടൈം ഫോർ ദ ഫാമിലി, ടേക്കിംഗ് ദം ടുഗെദർ. 2 ദിവസം കഴിഞ്ഞ് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കാണും ലെറ്റ്സ് ഗോ ബാക്ക്, ഇറ്റ്സ് ഓവർ. ജോസഫ് നോ 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 നോ, ലെറ്റ്സ് സ്റ്റേ, എവറിത്തിങ് ഗെറ്റ്സ് ഓവർ. ആ ഒരു പ്രയോറിറ്റി ഓഫ് ഹാവിങ് ഫാമിലി അലോങ് വിത്ത് അസ്.
ആ സമയം ചെലവഴിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് പേരൻസായിട്ട് നമുക്ക് ലെക്ചേഴ്സ് അല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത്, സമയം ചെലവഴിക്കുമ്പോഴാണ് ഇൻറ്റഗ്രിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിലേക്ക് ചെല്ലുന്നത്. ഇതെനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഓരോ കൊച്ചു കാര്യങ്ങളിലും മൈ ഡാഡ് വാസ് വെരി ഇൻവോൾവ്. അതിലൊരു കാര്യം പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഐ വാസ് ബോൺ ഇൻ കുവൈറ്റ്. അവിടെ ജനിച്ചു കഴിഞ്ഞിട്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് അന്ന് എംബസിയിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്നും കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ പ്ലേസ് ഓഫ് ബർത്ത് കുവൈറ്റ് എന്ന് വെക്കണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ പിന്നെയും പോയി ബർത്ത് സർട്ടിഫിക്കറ്റ്, അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. അവിടെയുള്ള ഓഫീസേഴ്സ് ഉൾപ്പെടെ സ്പിരിച്വൽ ആൾക്കാരുൾപ്പെടെ ഗൈഡ് ചെയ്തു. യു റൈറ്റ് ഐരൂർ, യു റൈറ്റ് മാവേലിക്കര, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി, ദൈവം എത്രയോ ഓപ്പർച്യൂണിറ്റി തുറക്കുന്നു, യു ഗോ, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ബിക്കോസ് യു ഹാവ് ടു പുട്ട് കുവൈറ്റ്. ഇവിടെ ഇരിക്കുന്ന ബിബി ബ്രദർ ഞങ്ങളോടൊപ്പം 1-2 പ്രാവശ്യം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ വന്ന ആളാണ്. എൻ്റെ പപ്പ അവിടെ ഇന്ന് ഈ ജേർണിയിൽ ഹി വാസ് ജേർണിയിങ് വിത്ത് മീ. ചർച്ചിൻ്റെ കാര്യത്തിലെല്ലാം ബിസി ആണെങ്കിലും he was buying time for me. എന്നോട് എപ്പോഴും ചോദിക്കുക our things and he will come with me to the regional passport office. ഒരിക്കൽ ആ ഫൈനൽ മൊമെൻ്റ് വന്നു. ഇറ്റ് seemed as though I am not going to get passport. അവിടുത്തെ ആൾ വളരെ ഒരു ആംഗ്രിയായി. ഓ, കള്ളം പറയാത്തവരാണോ നിങ്ങൾ, എന്നാൽ എനിക്ക് കാണണം നിങ്ങൾക്ക് എങ്ങനെ പാസ്പോർട്ട്, ആ രീതിയിലായി. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, വാട്ട് വിൽ യു ലൂസ് ഇഫ് യു ഡോണ്ട് ഹാവ് എ പാസ്പോർട്ട്? You may not travel outside of India. You will not miss anything in life. Be a person of integrity. It doesn't matter if you don't have a passport. Go and preach in Udaipur. Go and preach in Bihar. It doesn't make a difference. ഇതൊക്കെ എൻ്റെ ചെവികളിൽ ദൈവവചനം വായിക്കുന്നതോടൊപ്പം the way parents have imprinted godly values by journeying with me in all the ups and downs. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന മദേഴ്സ് ശ്രദ്ധിക്കണം. 19-ാം വാക്യം, 5:19. ഒന്ന് ഞാൻ പറഞ്ഞത് റെഡീമിങ് ടൈം, രണ്ടാമത് 19-ാം വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്. ഞാനോർത്തത് ഈ ലാംഗ്വേജ് കോർപ്പറേറ്റ് വർഷിപ്പിൻ്റെ ആണെന്നാണ്. പക്ഷെ അവിടെ പറയുന്നത് ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. There is something about singing to your children. ആ സിംഗിങ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്, ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ദാറ്റ് കംസ് ഫ്രം യുവർ ഹാർട്ട്, വാട്ട് യു ട്രൂലി ക്യാരി ഇൻ യുവർ ഹാർട്ട്. എൻ്റെ അമ്മ പ്രത്യേകിച്ച് ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. her heart was overflowing with the love of God, with praises to him. It was not just singing to him, but it was also singing to us. എനിക്കും എൻ്റെ സിസ്റ്ററിനും ആ ഒരു സമയം ഞങ്ങൾക്ക് കിട്ടി അവരോടൊപ്പം. അതോടൊപ്പം അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ക്രക്സ് എന്ന് പറയുന്നത് റെഗുലർ കോൺവെർസേഷൻ, ഇൻസ്ട്രക്ഷൻ അങ്ങനെയൊന്നുമല്ല, പാസിംഗായി കേട്ട കൊമൻസ്, അടുക്കളയിൽ അമ്മ പാടിക്കൊണ്ട് നിന്ന വരികൾ, ആരും കാണാത്തപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചതും ഫാമിലി ടൈമിൽ ഞങ്ങളോട് പറഞ്ഞതും, ദാറ്റ് വാസ് ട്രൂലി ഷേപ്പിംഗ് മീ. ഈ അവർ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ എന്തുവാ എന്നുള്ളത് വെളി വന്നത് പാട്ടുകളിലും വരികളിലും വിഷൻ കാസ്റ്റിങ്ങിലും ഒക്കെയായിരുന്നു. ആ സമയത്താണ് പല പ്രാവശ്യം എന്നോടും എൻ്റെ സിസ്റ്ററോടും അവർ പറഞ്ഞിട്ടുണ്ട്, പപ്പായും മമ്മിയും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ വളരെ നല്ലതായിട്ട് പഠിക്കുമായിരുന്നു. 2 പ്രാവശ്യം MG യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചായിരുന്നു. പക്ഷേ പപ്പായും മമ്മിയും അവരുടെ പാട്ട്, അവരുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞത്, വി വിൽ ബി ഹാപ്പി ഇഫ് യു മാരി എ പാസ്റ്റർ, നത്തിങ് എൽസ് വിൽ മേക്ക് അസ് ഹാപ്പിയർ. താങ്ക്ഫുള്ളി എൻ്റെ സിസ്റ്റർ ഒരു പാസ്റ്റർ വിവാഹം കഴിച്ച് അവർ ഭോപ്പാലിലായിരിക്കുന്നു. എന്നോട് പപ്പായും മമ്മിയും അവരുടെ സംഗീതം, ഞങ്ങളോടുള്ള പാട്ട് ഇതായിരുന്നു, വി വാണ്ട് ടു സീ യു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. വേറെ ഒരു കാര്യവും ഞങ്ങളെ സന്തോഷിപ്പിക്കത്തില്ല. ദൈവവചനം മോന് സംസാരിക്കാൻ ഒത്താൽ വി വിൽ റിജോയ്സ്. അത് അവർ ഞങ്ങളോട് പാടിയൊരു പാട്ടാണ്.
എന്നോട് പപ്പ പലപ്പം പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് ബൈ കാർ ഫോർ മീ, ഡോണ്ട് ബ്രിങ് മണി ടു ദിസ് ഹൗസ്, വി ഡോണ്ട് വാണ്ട് എനിത്തിങ്, വി വാണ്ട് ടു സീ യു preach the word of God. Thank God. Parenting is about impressing, passing on values, singing to them. ഇരുന്നൊരു ലെക്ചർ കൊടുക്കുന്നതിനെക്കാട്ടിൽ സിംഗിങ് ടു വൺ അനദർ. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഒരു പക്ഷെങ്കിൽ ഈ ഞാൻ രണ്ട് പറഞ്ഞതിനെക്കാട്ടിൽ പ്രാധാന്യമുള്ളൊരു കാര്യം 6-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവേൻ. സമയം കൊടുക്കണം. വി ഷുഡ് ബൈ ടൈം. വി ഷുഡ് സിങ് ടു ദെം. വാട്ട് ഓവർഫ്ലോസ് ഇൻ അവർ ഹാർട്ട് ഗോസ് ടു ദെം. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം, വാസ്തവത്തിൽ ഐ ഇൻവൈറ്റ് യു ടു സ്റ്റഡി ഇൻ യുവർ പേഴ്സണൽ ടൈം എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22 ഓൺവേർഡ്സ്. 3 സെറ്റ് ആൾക്കാരുണ്ട്. 1 വൈഫ് ഹസ്ബൻഡ്, 2 ചിൽഡ്രൻ പേരൻറ്റ്, 3 സ്ലേവ് മാസ്റ്റർ. 3 റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ഉണ്ട്. ഈ 3 നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ പാർട്ടി വീക്ക് പാർട്ടിയാണ്. വൈഫ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് സെഞ്ച്വറിയിൽ വൈഫ് ഓൾറെഡി വീക്കാണ്. വൈഫിനോട് പറയുന്നു സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ്. അത് ആ കൾച്ചറിൽ ആരും റിയലി വി ഷുഡ് സബ്മിറ്റ്, നോ, ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദ കൾച്ചർ. രണ്ടാമത്തെ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പിൽ ചിൽഡ്രൻ പേരൻസ്, ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഷോക്ക്ഡ്. Children were supposed to obey in the first century. മൂന്നാമത്തെ റിലേഷൻഷിപ്പിൽ slaves, obey your masters. Slaves എല്ലാവരും പറയും yeah we are doing that. പക്ഷേ what is counter cultural is Paul's advice to the stronger party. ആദ്യത്തെ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പിൽ വൈഫ് സബ്മിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു yeah we know it. ഹസ്ബൻഡ്സിനോട് പറയുന്നത് അവർ കേൾക്കാത്തൊരു കാര്യമാണ്, love your wife just as ജീസസ് ലവ്ഡ്. ഹസ്ബൻഡ്സ് ആദ്യമായിട്ട് കേൾക്കുവാണത്. ഇതുപോലെ പേരൻറ്റിങ്ങിൽ പറയുകയാണ് ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് എന്ന് പറഞ്ഞാൽ യെസ് എവറിബഡി നോസ് ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി. പക്ഷേ ഈ 6-4 അവർ കേൾക്കാത്ത കാര്യമാണ്. പേരൻസ്, ഫാദേഴ്സ്, ഡു നോട്ട് പ്രൊവോക്ക്, ഡു നോട്ട് എക്സാസ്പറേറ്റ്. എന്തുവായി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ന്യൂ ഡൈമെൻഷൻ ഓഫ് പേരൻറ്റിങ് വരുവാണ്. പേരൻറ്റിങ് ഇൻ ദ സെൻസ് ഓഫ് സെൽഫ് കൺട്രോൾഡ്, ജെന്റിൽ, പേഷ്യൻ്റ് എഡ്യൂക്കേറ്റേഴ്സ്. എൻ്റെ പപ്പായും മമ്മിയും ദേ വെർ ഫേം ബട്ട് ദേ വെർ വെരി പേഷ്യൻ്റ് വിത്ത് മീ. പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പലരും ദേ വെർ ഗുഡ്, പ്രീച്ചിങ്, സിംഗിങ് എല്ലാം. I was not able to do anything. ആൾക്കാരുടെ മുമ്പിൽ നിന്നാൽ എന്നെ വിറയ്ക്കും, എനിക്ക് ഒക്കത്തില്ല ഒന്നും ചെയ്യാൻ. ആൾക്കാർ ദേ മെയ്ഡ് പബ്ലിക് കോമൻറ്റ്സ്. ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഒരു വിശ്വാസം ഞാൻ നോക്കും, നമ്മുടെ പാസ്റ്റർ മോൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല, ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ഹി സെഡ് ഇറ്റ്. നിങ്ങളെല്ലാം അറിയാവുന്ന ഒരു വെൽ നോൺ പ്രീച്ചർ, അഗെയിൻ ലീവിങ് ഹിസ് നെയിം അനോണിമസ്, അദ്ദേഹം പബ്ലിക്കായിട്ടിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു എബിച്ചാൻ്റെ മോൻ എന്താ ഇങ്ങനെ, അയ്യോ ഇവനൊന്ന് പ്രസംഗിച്ച് കാണുമോ. ആ സമയത്തെല്ലാം എൻ്റെ മദർ പറഞ്ഞത് ദൈവത്തിൻ്റെ സമയത്തെല്ലാം നടന്നോളൂ. ദേ നെവർ കമ്പയർഡ് മീ വിത്ത് എനി വൺ എൽസ്. അതൊരു ബിഗ് ലെസൺ ആയിരുന്നു പേരൻറ്റിങ്ങിൽ. ദേ ഗേവ് ടൈം, ദേ വെർ വെരി പേഷ്യൻറ്റ്. ഇൻ ഡിസിപ്ലിൻ ദേ വെർ ഫേം ബട്ട് ദേ വെർ നോട്ട്, ആസ് സംബഡി സെഡ്, റിയാക്ഷണറി അല്ലായിരുന്നു. വെരി തോട്ട്ഫുൾ, വെരി കെയർഫുൾ, just like God deals with us. ഈ 3 കാര്യങ്ങളും when I look at my parents, they bought time for us, they sang to us their heart desires and they were patient with us. അങ്ങനെ ഒരു ഫാദറായി തീരാനാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ 3 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസിൽ വളരെ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഈ ലെസൺസ് നിങ്ങളെയും ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.